സി സമ്പത്ത് ഒരുപക്ഷേ അദ്ദേഹം ഇവിടെ പേരുകൾ അടക്കം എടുത്തു പറയുകയാണ്. ഇന്ന പഞ്ചായത്തിൽ ഇന്ന ജില്ലയിൽ ഇന്നയാളാണ് CPM നിന്ന് വിട്ടുപോയത്. പക്ഷേ നമുക്കിവിടെ അറിയാൻ കഴിയുന്ന ദിവസങ്ങൾ നമ്മൾ മാധ്യമപ്രവർത്തകർ ഓരോ ദിവസവും വാർത്തകൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ ഓരോ ദിവസം നോക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 50 പേർ കൂട്ടരാജി, അതും ഏതാണ് ഒരു വാർഡിൽ നിന്ന് 50 പേർ, പാലക്കാട്ട് ഇന്ന വാർഡിൽ നിന്ന് ഇത്ര പേർ കൂട്ടരാജി, ഇങ്ങനെ നിരന്തര വാർത്ത വരികയാണ്. അത് നിസ്സാരമായി തള്ളിക്കളയണമെന്നാണോ റോണി കബീർ പറയുന്നത്? ഏതായാലും ഈ പറയിലെ കൊഴിഞ്ഞുപോക്ക് CPM ഉണ്ടോ ഈ റോണി കബീർ പറയുന്നത് പോലെ? ശ്രീ സമ്പത്ത്, സിജു, പ്രൊഫസർ റോണി കബീർ പറഞ്ഞതുപോലെ അപ്പോൾ അദ്ദേഹം അത് പ്രതിരോധിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് നല്ല ഭാഷയിൽ തന്നെ അത് പറയുകയും ചെയ്യട്ടെ. ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം യോജിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നേതൃത്വം ഇക്കാര്യത്തിൽ മാതൃക കാട്ടണം, അല്ലേ? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എമ്പ്രാൻ അല്പം കട്ട് ഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നൊരു ചൊല്ലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നിന്ന് തൻ്റെ രാജ്യസഭാംഗത്വം കളഞ്ഞുകുളിച്ച് BJPക്ക് തന്നെ വെള്ളിത്താലത്തിൽ സമ്മാനിക്കുന്ന നിലയിലേക്ക് എത്തിച്ചിട്ടാണല്ലോ കേരളത്തിലേക്ക് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. 15-16 ലോക്സഭകളിൽ അദ്ദേഹം 15 ലോക്സഭയിൽ അദ്ദേഹം യൂണിയൻ സഹമന്ത്രിയായിരിക്കുന്നു. 16 ലോക്സഭയിൽ അദ്ദേഹം പാർലമെൻറ്റ് അംഗം. 2 ലോക്സഭകളിലും അദ്ദേഹം MP ആയിരുന്നു, ഞാനും MP ആയിരുന്നു. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജസ്ഥാൻ സംസ്ഥാന നിയമസഭയിലെ MLAമാർ അത്തരത്തിൽ തിരഞ്ഞെടുത്തത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള എൻ്റെ ചങ്ങാതി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി വരുന്നു. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ മത്സരിച്ചാലേ അവിടെ ജയിക്കുള്ളൂ എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ ഞാൻ പ്രൊഫസർ റോണി കബീറിക്ക് കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം മത്സരിച്ചാൽ ഒരു പക്ഷേ ജയിക്കില്ലായിരുന്നോ എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ പ്രൊഫസർ റോണി കബീർ വ്യക്തിപരമായി അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ എന്നെ പോലുള്ളവരെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസിൽ നിന്നൊരാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വാഭാവികമായി സന്തോഷിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ വിജയിക്കണം എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയവും അത്തരം കാര്യങ്ങൾ എൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ്. എൻ്റെ ജീവശ്വാസത്തിലും എനിക്ക് രാഷ്ട്രീയമുള്ളതുകൊണ്ട് അപ്പോൾ നമ്മുടെ വ്യക്തിബന്ധം വേറെ, രാഷ്ട്രീയ ബന്ധം വേറെ, രക്തബന്ധം വേറെ. പക്ഷേ KC വേണുഗോപാൽ കാട്ടിയൊരു മാതൃക അത് അഭിലഷണീയമായിരുന്നോ? 2, ഇവിടെ ഇതേ എനിക്ക് അന്ന് സിജു ആണോ ആ ചർച്ച നടത്തിയതെന്ന് എനിക്ക് ആങ്കർ ആരായിരുന്നു, പാലോട് രവി. അദ്ദേഹം ഒരു നല്ല കോൺഗ്രസ് നേതാവാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ അദ്ദേഹം കോൺഗ്രസിലെ യുവജന നേതാവ്. താങ്കൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതിന് എനിക്ക് തോന്നുന്നു റോണി സാറ് മറുപടി പറഞ്ഞുകൊണ്ട് പോകുന്നത് KC വേണുഗോപാൽ എടുത്ത ആ നിലപാട് അഭിലഷണീയമായിരുന്നു. എന്താണ് KC വേണുഗോപാൽ അതിനോട് ഉദ്ദേശിച്ചത്? അത് ഞങ്ങളൊക്കെ വിലയിരുത്തുന്നത് ഒരു വല്ലാത്ത ചതിയായിപ്പോയി. ആ ചതി എന്ന് പറഞ്ഞാൽ ഒന്ന്, ആ രാജസ്ഥാനിലെ ജനങ്ങളോട്, നിയമസഭാംഗങ്ങളാണല്ലോ തിരഞ്ഞെടുക്കുന്നത്, അവർ വോട്ട് ചെയ്തത് ഒരു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരെ ചതിച്ചു. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ സഖ്യത്തെ ചതിച്ചു, കോൺഗ്രസിനെ തന്നെ ചതിച്ചു. എന്തിന് വേണുഗോപാൽ ഇവിടേക്ക് മത്സരിക്കാൻ വന്നു? രാജസ്ഥാനിലെ ഇതിനുകൂടി മറുപടി പറഞ്ഞോട്ടെ. ശ്രീ പാലോട് രവി അദ്ദേഹം DCC പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അദ്ദേഹം ഒരു ടെലിഫോൺ സംഭാഷണം, നമ്മളെല്ലാം ടെലിഫോൺ സംഭാഷണങ്ങളിൽ നമ്മൾ എന്തെല്ലാം പറയും, അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ വർത്തമാനം പറയുന്ന വേളയിൽ പാർലമെൻ്ററി അല്ലാത്ത, ചിലപ്പോൾ സഭ്യേതരമായ, കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയിലൊക്കെ തന്നെ അത്തരത്തിലുള്ള, അത് പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്നത് തെറിയല്ലേ എന്ന് ചോദിക്കുക, വ്യക്തിപരമായ സ്വകാര്യതയാണ് അത്തരം കാര്യങ്ങൾ. അത് പറയുമ്പോൾ ആ കാര്യം അപ്പുറത്തു നിന്ന് എന്തായാലും അത് ചോർത്തിയത് എന്തായാലും ശ്രീ പാലോട് രവി അല്ലല്ലോ, അപ്പുറത്തു നിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ബോധപൂർവ്വം ചോർത്തിയിട്ടുണ്ടാവണം. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കം ചെയ്തു. ശ്രീ ശശി തരൂരോ ഇതിനേക്കാൾ വലിയ പദവിയിലാണല്ലോ ശ്രീ ശശി തരൂർ ഇരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പണയപ്പെടുത്തുകയല്ലേ? ആ പണയപ്പെടുത്തുന്നത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ്? ശ്രീ റോണി കബീറിക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഈ മനുഷ്യനെ കാത്തിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് അന്തർദേശീയ തലത്തിൽ മറ്റു ചില കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, ഇഫ് ദർ ഇസ് എ ഡീൽ, അല്ല അങ്ങനെ നിഷേധിക്കാൻ കഴിയുമോ? എന്ത് നടപടിയാണ് ഈ പാർലമെൻറ്റ് അംഗത്തിനെതിരായി എടുത്തിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ അത്തരത്തിൽ 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് അത്തരത്തിൽ പാർലമെൻറ്റ് അംഗമായ അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ നേതൃത്വത്തെ തള്ളിപ്പറയുക, സ്വന്തം രാഷ്ട്രീയ നേതൃത്വത്തെ അതിനെ ചോദ്യം ചെയ്യുക എന്ന് മാത്രമല്ല, ഇപ്പോൾ BJPയുടെ രാഷ്ട്രീയ നയങ്ങളോട് പരസ്യമായി അദ്ദേഹം യോജിക്കുന്ന നിലയിലേക്ക് പോവുക. അപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തന്നെ, ഈ പറയുന്ന പാർലമെൻറ്റ് അംഗമായി തന്നെ ഇവിടെ ഇപ്പോഴും അദ്ദേഹത്തെ കൊണ്ടുവന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ബൂത്ത് കമ്മിറ്റി അല്ലെങ്കിൽ ഈ വാർഡ് കമ്മിറ്റി ഓഫീസുകളൊക്കെ ഇനി ഉദ്ഘാടനത്തിന്
ചെയ്യാൻ കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാചകത്തിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെയും എന്നെയും കുറിച്ച് പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഇതേ ശശി തരൂർ പറയുന്ന കാര്യങ്ങൾ പ്രൊഫസർ റോണി കെ ബേബി പറയുമോ? പറയില്ലല്ലോ, പറയില്ല.